അറിയാതെ ആൾക്കാരോട് വെക്കാൻ പാടില്ല. കാരണം ഞങ്ങളും മുസ്ലിംസും വളരെ സ്നേഹമായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ ഈ സമരം നടത്തിയിട്ട് ഒരു മുസ്ലിങ്ങളെ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ വർഗീയത ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇതിന് മനസ്സിലാകുന്നു. ഇവർ ഇറങ്ങി പോകുമ്പോൾ വലിയ ഒരു വിഷയം ഇവിടെ ഉണ്ടാക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അതൊന്നും നടപടിയാവില്ല. മുസ്ലിം ലീഗും തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാറും എല്ലാവരുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്, പിതാക്കന്മാരായിട്ട് നല്ല ബന്ധത്തിലാണ്. ഞങ്ങളുടെ പ്രശ്നം ബി ഡി സതീശൻ തീർക്കും, സംശയമില്ല. കാരണം അങ്ങൊരു ഹൈക്കോടതി വക്കീലാണ്. ഞാനും ബെന്നിയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്തതിന് ശേഷം അദ്ദേഹം പഠിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് ഇത് വഖഫ് അല്ല എന്ന്. പിന്നെ നമ്മുടെ ഈ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന കമൽ പാഷ, ഇതെല്ലാം ഞങ്ങൾ പുള്ളിനെ പോയി കാര്യങ്ങളെല്ലാം കൊടുത്ത് അയാൾക്ക് പറഞ്ഞത് ഇത് വഖഫ് അല്ല, ഇതൊരിക്കലും വഖഫ് അല്ല. ആയില്യം തിരുനാൾ രാജാവ് 400 ചില ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുത്തത് എങ്ങനെ ഈ സേട്ടുൻ്റെ കയ്യിൽ വന്നു? ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. ഇതിപ്പോൾ ഈ പ്രശ്നം തീർന്ന ഫറൂഖ് കോളേജും ഞങ്ങൾ കൂടി ഉള്ള വിഷയം അങ്ങനെ തീരും. ഞങ്ങളുടെ പ്രശ്നം ബി ഡി സതീശൻ തീർക്കും, സംശയമില്ല. കാരണം അങ്ങൊരു ഹൈക്കോടതി വക്കീലാണ്. ഞാനും ബെന്നിയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്തതിന് ശേഷം അദ്ദേഹം പഠിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി. ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് വഖഫ് ബോർഡ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ മതി. ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ 10 മിനിറ്റ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ വഖഫ് നിയമമായിട്ട് ബന്ധമില്ല മുനമ്പം പ്രശ്നത്തിന്, പക്ഷേ സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെ നമ്മുടെ കേരള സർക്കാർ വഖഫ് നിയമത്തിലെ 97 സെക്ഷൻ 97 അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഈ പ്രശ്നമൊക്കെ അതോടുകൂടി തീർന്നു എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചെറായിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. സെക്ഷൻ 97 എന്താണെന്ന് താങ്കൾക്ക് വല്ല വിവരമുണ്ടോ? ശ്രീ വി ഡി സതീശ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, വായിക്കണം മര്യാദക്ക്. വി ഡി സതീശന് ഞാൻ കുറ്റം പറയില്ല, അദ്ദേഹത്തെ പറ്റിച്ചതാണ്. ആരാന്നറിയാവോ? മറ്റൊരു അഡ്വക്കേറ്റാ. അതാരാണെന്ന് നമ്മുടെ സ്റ്റാലിൻ ദേവൻ സാറിന് കൃത്യമായിട്ട് അറിയാം. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ പറ്റിച്ചത്. അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹമാണ് ഈ ആശയം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന വി ഡി സതീശനും അത് തന്നെ പറഞ്ഞു 97. എന്താ 97 പറയുന്നത്? ഞാനത് ശക്തമായൊരു ലേഖനം അതിന് പിന്നാലെ എഴുതിയിരുന്നു. 97 മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എന്താ അവിടെ പറയുന്നത്? സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് വഖഫ് ബോർഡിന് നിർദ്ദേശങ്ങൾ കൊടുക്കാം, അത് വഖഫ് ബോർഡ് സ്വീകരിക്കാം. ഇതാണ് 97 ഉള്ളത്. അപ്പൊ മുഹമ്മദ് ഷാ ചാനൽ ചർച്ചകളിൽ എല്ലാം ഇരുന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാവോ? ആ ഫസ്റ്റ് പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു. ഏതാ ഫസ്റ്റ് പാർട്ട്? സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇത്രയും സാധനം അങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അവസാനത്തെ ഭാഗം എടുത്തു. എന്ത് എളുപ്പ! എന്താ അവസാനത്തെ രണ്ടാമത്തെ ഭാഗം എന്താ? കേരള സർക്കാർ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുക്കുക, വഖഫ് ബോർഡ് അങ്ങോട്ട് കാര്യങ്ങൾ പിൻവലിക്കുക. എല്ലാം എളുപ്പം. എന്നിട്ട് അതും വെച്ച് നടക്കുക. പഠിക്കാതെ ഞങ്ങളുടെ നേതാവ് ഒന്നും പറയാറില്ലെന്നാണ് ഇപ്പൊ പ്രചാരണം. കേട്ടോ നിങ്ങളത്? ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പാവം കോൺഗ്രസ് അണികളോട്, അതായത് ഇതുവരെ ഞാൻ വോട്ട് ചെയ്തു വന്ന കോൺഗ്രസിനോട്, കൈപ്പത്തിക്കാരോടാണ് പറയുന്നത്, ഇത്രയ്ക്ക് നിങ്ങൾ തരം താഴരുത്. നിങ്ങളുടെ നേതാവ് പറയുന്നത് സത്യമാണോ എന്ന് വായിച്ചു നോക്കാനുള്ള വിവരമെങ്കിലും നിങ്ങൾക്കില്ലേ? ഇന്നലെ വരെ 10 മിനിറ്റ് മതി എന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞവർക്ക് ഇന്ന് ഒരു ഫയൽ പോലും നീക്കാനാകുന്നില്ലെങ്കിൽ ആരെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? മുനമ്പത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി അധികാരത്തിലെത്തിയ സർക്കാർ ഇന്ന് പറയുന്നത് നിയമ നടപടി വേണം. അപ്പോൾ ആ 10 മിനിറ്റ് വാഗ്ദാനം എന്തായിരുന്നു? ജനങ്ങളുടെ കണ്ണീരിൽ കളിച്ച രാഷ്ട്രീയ നാടകമോ? വഖഫ് ഭൂമി അല്ലെന്ന് ഉത്തരവിറക്കാമെന്ന് പറഞ്ഞവർ ഇന്ന് വഖഫ് ബോർഡ് തന്നെ കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ വാക്കും ഇന്ന് മുഖ്യമന്ത്രിയായപ്പോഴുള്ള നിലപാടും തമ്മിൽ ഇത്ര വലിയ ദൂരം വന്നത് എന്തുകൊണ്ട്? സർക്കാർ തീർക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ നിയമപരമായ മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചു. സർക്കാരിന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഞാൻ ഇപ്പോഴും ആ വർഷത്തിൽ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാം. തീർക്കുന്നില്ല, അവിടെ കിടക്കുന്നത്. എങ്ങനെയാണ് ആ 10 മിനിറ്റ് സൊല്യൂഷൻ പോർട്ടലിൽ ഈ വിവരങ്ങൾ ചേർത്തത് കൊണ്ട് ചീറ്റിപ്പോയത് എന്ന് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഒന്ന് പരസ്യമായി ഒന്ന് വിശദീകരിക്കാം. അത് പച്ച വർഗീയത കൊണ്ട് മാത്രമാണെങ്കിൽ ഒരു മതനിയമം ഒരു തത്വദീക്ഷയുമില്ലാതെ പൗരന്മാരുടെ മേൽ
അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് വഖഫ് ബോർഡ് പാലിച്ചത് എങ്കിലും ഓർക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് 10 മിനിറ്റ് സൊല്യൂഷൻ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ ഓൾറെഡി അത് രജിസ്റ്റേർഡ് ആയിരുന്നു പഴയ ആക്ട് പ്രകാരം. ഫാദർ, ഒരു കാര്യം കൂടി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞത് സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനെ കൊണ്ട് സർക്കാർ തീരുമാനം എടുപ്പിക്കും, അതായത് മുൻപത്തെ ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന്. അതായിരുന്നു അന്ന് വി ഡി സതീശന്റെ വാഗ്ദാനം. പക്ഷേ ഇപ്പോൾ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് അവർ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് ഇനി അത് നിയമപരമായി അതിനെ നേരിടേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പറയുന്നത്. ഇതിലെന്തെങ്കിലും പൊരുത്തക്കേട് കാണുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അദ്ദേഹം 10 മിനിറ്റ് പറഞ്ഞത്. 10 മിനിറ്റിന്റെ അദ്ദേഹം അത് അന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത് വഖഫ് ബോർഡിനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ച് ആ ഓർഡർ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന ആ സമയമാണ് ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നത്. അതെ, അപ്പോഴും എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്ന കാര്യം, അന്ന് 97 വെച്ച് വഖഫ് ബോർഡിനെ ബോധ്യപ്പെടുത്തി അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നയാള് ഇപ്പൊ പറയുകയാണ് പോർട്ടലിൽ ഇത് ഡീറ്റെയിൽസ്, ഇത് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ സംഗതി, അവിടെ ഫയലിംഗ് ദ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. ഈ ഫയലിംഗ് ദ ഡീറ്റെയിൽസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ 10 മിനിറ്റ് സൊല്യൂഷൻ എവിടെയാണ് മാറിപ്പോയത്? സത്യത്തിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യം വഖഫ് ബോർഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. ചെയ്യാവുന്ന കാര്യം വളരെ വ്യക്തമായി റവന്യൂ വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് സംശയിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് 10 മിനിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സംഗതി അത് നടക്കില്ല എന്ന് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതാണ് എന്ന് ഏറ്റുപറയാൻ കഴിവില്ലാഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ പോർട്ടൽ വിഷയവുമായിട്ട് വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം മാറ്റിയിട്ടുണ്ടാകും. അദ്ദേഹം കൂടുതൽ പഠിച്ചപ്പോ എന്നൊക്കെ പറയുന്ന ആ വഖഫ് ബോർഡിന്റെ ആ ചെയർമാന്റെ പ്രസ്താവന മുഖ്യമന്ത്രിക്കെതിരല്ലേ? മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെയല്ലേ? ഒരു KSRTC ജീവനക്കാരൻ ഈ ദിവസങ്ങളിൽ എന്തോ കുറിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഉടനെ സസ്പെൻഷൻ ഉണ്ടായെന്ന് കേട്ടു. ഇവിടെ എന്താ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് മനസ്സിലാത്തത്? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇതാണല്ലോ. രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം 2019 ഓൾറെഡി നടന്നു കഴിഞ്ഞിരുന്നു. ആ നടത്തിയത് ആരായിരുന്നു? അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു? ശ്രീകുമാർ സാറ് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. UDFന്റെ ആൾ തന്നെയായിരുന്നു. അദ്ദേഹമാണ് അന്നിത് വഖഫ് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തത്. അതിനു മുൻപ് നിസാർ കമ്മീഷന്റെ കഥകളൊക്കെ നമുക്കറിയാം, അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അതിനുശേഷം ഇനി മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ, ഇതിന് 2 ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. അതായത് LDF സർക്കാരാണ് ഇതിനെ വഖഫായിട്ട് പ്രഖ്യാപിച്ചത്, എന്നാൽ ഞങ്ങൾക്ക് അത് വഖഫാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർക്കുന്ന ഒരു സമയം ഞങ്ങൾ എടുത്തില്ല, ഞങ്ങളുടെ സർക്കാരിന്റെ സമയത്ത് അത് ചെയ്തില്ല എന്ന്. അങ്ങനെയെങ്കിൽ മുഖ്യമായൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയാമായിരുന്നു ഇത് വഖഫാണെന്നുള്ള ആ നിസാർ കമ്മീഷന് കിട്ടിയ സംഗതി തെറ്റായ ഒരു വസ്തുതയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സർക്കാരിൽ വന്നപ്പോൾ എന്തുകൊണ്ട് അത് തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ല? ഇനി 2022 നിങ്ങൾ തന്നെയാണല്ലോ, മുസ്ലിം ലീഗിന്റെ MLA ആണല്ലോ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് മുനമ്പത്തെ കയ്യേറ്റക്കാരെന്ന് മുനമ്പം ജനതയെ വിളിച്ചത് നിങ്ങളല്ലേ? മുനമ്പത്തെ കയ്യേറ്റക്കാരെന്ന് മുനമ്പം ജനതയെ വിളിച്ചത് UDFിലെ ഘടകകക്ഷിയുടെ MLA അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് കൈ കഴുകാൻ കഴിയുക? ചോദ്യം ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഈ പ്രതിപക്ഷ നേതാവായിരിക്കെ ശ്രീ വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു നോക്കണം. 5-6 പ്രാവശ്യമാണ് അവിടെ വന്ന് ഇക്കാര്യം പറഞ്ഞിട്ട്. എന്നിട്ട് എന്താണ് ഇവരുടെ പ്ലാൻ? ആ ഒരു പദ്ധതിയും കയ്യിലില്ല. ആ പദ്ധതി കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനം പെട്ടെന്ന് എടുത്തു. ഇപ്പോ അവർക്കൊരു പിടിവള്ളി കിട്ടി. ആ പിടിവള്ളിയിൽ കിടന്ന് ട്രപ്പീസ് ആടുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറ്റിക്കുകയായിരുന്നു ചെയ്തത്. ഫാദർ ജോഷി മയ്യാറ്റിൽ എന്തെങ്കിലും ഇവിടെ നമ്മൾ ചർച്ച നടത്തിയപ്പോൾ തന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണിത്. 97 വെച്ചിട്ട് ഈ സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 97 വായിക്കുന്നത് ഒറ്റപ്പെട്ട വായനയല്ല, 96 വായിച്ചിട്ട് വേണം 97 വായിക്കാൻ. കാരണം 96 അതാണ് 96 വായിക്കണം. 96 വായിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ 97 വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറയാം. അന്ന് ഞാൻ ഈ ചാനലിൽ ഇരുന്ന്, മഞ്ജുഷ തന്നെയായിരുന്നു ചർച്ചയിൽ വന്നത്, ഈ ചാനലിൽ നിന്ന് പറഞ്ഞതാണ് ഇത് തട്ടിപ്പാണ് എന്ന് അന്ന് പറഞ്ഞതാണ്. കള്ളത്തരം ഇവിടെ നടക്കില്ല. സതീശനാണ് മുഖ്യമന്ത്രി, കള്ളത്തരം ഇവിടെ നടക്കൂല.